നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു പ്ലാനറ്റാണ് നമ്മുടെ യുറാനസ്. പ്രത്യേകത മാത്രമല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ് യുറാനസ്. എന്തുകൊണ്ടാണ് ഈ പ്ലാനറ്റ് ഇത്രയും ഡിഫറെൻ്റ് ആവാൻ കാരണം, അതിൻ്റെ റീസൺ എന്താണ്? സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ യുറാനസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, മഴ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മഴക്കാലം എന്ന് വെച്ചാൽ നമുക്ക് പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ മഴ പൊതുവേ നോക്കുമ്പോൾ ഒരു നല്ല സുഖമുള്ളൊരു പരിപാടിയാണ്. സോ നമ്മുടെ ഭൂമിയിലെ മഴ അത് നമുക്കറിയാം, വെള്ളമാണ്. എന്നാൽ നമ്മുടെ യുറാനസിൽ പെയ്യുന്നത് വെള്ളമുള്ള ആ ഒരു മഴയല്ല, ഡയമണ്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ മീഥെയിനാണ് അധികവും കാണപ്പെടുന്നത്. മീഥെയിൻ്റെ ഫോർമുല CH4 ആണ്. അതായത് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എന്നിവയുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ മീഥെയിൻ. അതുകൂടാതെ യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പ്രഷറും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ മീഥെയിൻ മഴയായിട്ട് പെയ്യുമ്പോൾ നമ്മുടെ യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം മീഥെയിനിലുള്ള കാർബൺ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ സെപ്പറേഷൻ നടക്കുന്നു. അതുകൂടാതെ അവിടെ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് കണ്ടെയ്ൻസേഷൻ. ആ ഒരു കണ്ടെയ്ൻസേഷൻ നടക്കുമ്പോൾ ഹൈ പ്രഷർ കാരണം നമ്മുടെ കാർബൺ ആറ്റങ്ങളെല്ലാം ഒന്നായിട്ട് മാറുന്നു. സോ അതാണ് ഡയമണ്ട് ആയിട്ട് മാറുന്നത്. കണ്ടെയ്ൻസേഷൻ മീൻസ് നമ്മുടെ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് കണ്ടെയ്ൻസേഷൻ. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റ് പറയുന്നത് യുറാനസിൽ ലിക്വിഡ് ഡയമണ്ട് കൊണ്ടുള്ള ഒരു ഓഷ്യൻ ഉണ്ടാവുമെന്നാണ്. അതുമാത്രമല്ല, നമ്മൾ കാണാറുള്ള നമ്മുടെ മഞ്ഞുമലകൾ പോലെ ആ യുറാനസിൽ കാണപ്പെടുന്നത് ഡയമണ്ട് മലകളാകാം എന്നും പറയുന്നുണ്ട്. നമ്മുടെ സാറ്റേൺ പ്ലാനറ്റിന് ഒരു റിങ്സ് ഉണ്ട്. നമുക്കതെല്ലാം നല്ലപോലെ അറിയാം. സാറ്റേണിൻ്റെ റിങ് നമുക്ക് നന്നായിട്ട് കാണാനും പറ്റും. അതുപോലെ തന്നെ യുറാനസിനും റിങ്സ് ഉണ്ട്. ഏകദേശം 13 റിങ്സ് ആണ് യുറാനസിന് ചുറ്റും കാണപ്പെടുന്നത്. ഈ റിങ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കിയാൽ, യുറാനസിൻ്റെ മൂൺസ് ഏകദേശം ഈ പ്ലാനറ്റിൻ്റെ അടുത്തായിട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുറാനസിൻ്റെ ആ ഒരു ഗ്രാവിറ്റി കാരണം ഈ മൂൺസിൻ്റെ പാർട്ടിക്കിൾ, അതായത് ആ ഡസ്റ്റ്, ഐസ്, സോ ഇതെല്ലാം തന്നെ യുറാനസിൻ്റെ ഓർബിറ്ററിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് യുറാനസിൻ്റെ റിങ്സ് ഫോം ചെയ്യുന്നത്. ഇനി യുറാനസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന എല്ലാ പ്ലാനറ്റ്സും തന്നെ വളരെ ചെറിയ ഒരളവിൽ മാത്രമാണ് ചരിഞ്ഞിരിക്കുന്നത്. എന്നാൽ യുറാനസ് ഏകദേശം 98 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ പമ്പരമൊക്കെ കണ്ടിട്ടില്ലേ? ഈ പമ്പരം കറങ്ങുന്നത് പോലെയാണ് എല്ലാ പ്ലാനറ്റ്സിൻ്റെയും റൊട്ടേഷൻ. എന്നാൽ യുറാനസിൻ്റെ റൊട്ടേഷൻ എന്നത് ഒരു ബാൾ നമ്മൾ തറയിലിട്ട് ഇങ്ങനെ ഉരുട്ടി വിട്ടാൽ എങ്ങനെയാണോ അത് കറങ്ങി കറങ്ങി പോകുന്നത്, അതുപോലെയാണ് യുറാനസിൻ്റെ റൊട്ടേഷൻ. സോ എന്തുകൊണ്ടാണ് യുറാനസിൻ്റെ റൊട്ടേഷൻ ഇത്രയ്ക്ക് സ്പീഡ്, അതെന്തുകൊണ്ടാണ് അതിന് ഇത്രയ്ക്ക് ചെരുവ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ ഫോം ചെയ്ത ആ ഒരു സമയത്ത് ഒരു വലിയ പ്ലാനറ്റ്സ് വന്ന് യുറാനസിൽ ഇടിച്ചത് കൊണ്ടാവാമെന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. ഇനി വേറൊരു കാര്യം, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യുറാനസിന് പ്രോപ്പർ ആയിട്ടുള്ള സർഫസ് ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്യാസ് പ്ലാനറ്റ് ആണ്. ഗ്യാസ് പ്ലാനറ്റിന് ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും ഒരു സാധനം സ്പേസിൽ വന്ന് വീഴുകയാണെങ്കിൽ അത് നമ്മുടെ ഭൂമിയിൽ ഒരു സർഫസ് ഉണ്ട്, അത് നമ്മുടെ നിലത്ത് വന്ന് വീഴും, അല്ലെങ്കിൽ എന്താണ് കടൽ, പുഴ, സോ അവിടെ എവിടെയെങ്കിലും ചെന്ന് വീഴും. എന്നാൽ യുറാനസ് എന്നത് ഒരു ഗ്യാസ് പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ യുറാനസിൻ്റെ അറ്റ്മോസ്ഫിയറിലും എന്താണ്, ഗ്യാസ് തന്നെയാണ്, സർഫസും ഗ്യാസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു സർഫസ് യുറാനസിനില്ല. സോ ഇങ്ങനെ പ്രോപ്പറായിട്ട് സർഫസ് ഇല്ലാത്തത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് യുറാനസിനല്ല, നമ്മൾക്ക് തന്നെയാണ്. കാരണം അവിടേക്ക് നമ്മൾ സാറ്റലൈറ്റ് ഒന്നും നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുത്തെ അന്തരീക്ഷത്തിനെ കുറിച്ചും അല്ലെങ്കിൽ യുറാനസിനകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് കാണപ്പെടുന്നത്, അവിടെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊന്നും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനി യുറാനസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ യുറാനസിൻ്റെ പോൾസ് ആണ്. അതായത് നോർത്ത് പോൾ അതുപോലെ തന്നെ സൗത്ത് പോൾ കണ്ടിന്യൂസ് ആയിട്ട് 42 വർഷം ഡേ ആയിരിക്കും. അടുത്ത 42 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ കാരണം യുറാനസ് എന്നത് 98 ഡിഗ്രി ചെരിഞ്ഞിട്ടായത് കൊണ്ടാണ്.
ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ യുറാനസും വീനസും മാത്രം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാനറ്റ് വന്ന് നമ്മുടെ യുറാനസിൽ ഇടിച്ചത് കൊണ്ടാവാം എന്നാണ് സയൻറ്റിസ്റ്റ് അതിന് സൊല്യൂഷനായിട്ട് പറയുന്നത്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലാനറ്റ് നമ്മുടെ യുറാനസ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്നത് -224 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് യുറാനസിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഒരുപാട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനുമൊക്കെ. അതുകൂടാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.